സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം തിരുലിഖിതം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 24-25 തിരുലിഖിതങ്ങൾ. അവർ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി, ഗുരു ഗുരു, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ഞെരുക്കമുണ്ടാകുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവയെ നേരിടാൻ വേണ്ടി സ്വർഗം നമുക്കായി നൽകിയിരിക്കുന്ന അത്യുഗ്ര ശക്തിയുള്ളൊരു ആയുധമാണ് വിശ്വാസം. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ചങ്ങനാശ്ശേരി ദേശത്ത് ചെത്തിപ്പുഴയിൽ നിന്ന് അപ്പച്ചൻ മാറാട്ടുകളം എന്നൊരു വ്യക്തിയാണ് ഈ ഒരു അനുഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായി ഇൻറ്റേർണൽ പൈൽസ് മൂലം ക്ലേശിച്ചിരുന്ന വ്യക്തിയാണ്. വളരെ അധികം ചികിത്സകൾ നടത്തിയിട്ടും കാര്യമായ ശമനമുണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ഷാലോം ചാനലിൽ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞായറാഴ്ച തോറും സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്നപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ വയറിൻ്റെ വലതുവശത്തായി പൈൽസ് മൂലം ഉണ്ടായിരുന്ന കട്ടിയായ അവസ്ഥ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അന്ന് ആരാധനയുടെ സമയത്ത് എൻ്റെ മകൾ ദിവ്യകാരുണ്യത്തിൽ വിശ്വാസപൂർവ്വം തൊട്ട് എൻ്റെ വയറ്റിൽ കൊണ്ടുവന്ന കൈകൾ വെച്ച് സ്പർശിച്ചു. ആ ക്ഷണം മുതൽ എൻ്റെ വയറിൻ്റെ കട്ടിയായ അവസ്ഥ മാറി. ഞാൻ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ പൈൽസ് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നതായി ഡോക്ടർ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എൻ്റെ ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തി. എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി സ്തുതികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷനിൽ ദൈവവചന ശുശ്രൂഷ നടന്ന് ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പൈതല് വിശ്വാസത്തോടെ ഈശോയെ ചെന്ന് തൊട്ട് രോഗിയായ അപ്പൻ്റെ രോഗമുള്ള മേഖലകളിലേക്ക് ആ കൈകൾ കൊണ്ട് തൊടിയിച്ച് യേശുവിനെ വിളിച്ചു. തൽക്ഷണം രോഗം സൗഖ്യം പ്രാപിച്ചു. 10 വർഷമായ ഇൻറ്റേർണൽ പൈൽസ് രോഗമാണ് തൽക്ഷണം വിട്ടുമാറിപ്പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ പ്രതികൂലത്തിൻ്റെ മേൽ നമുക്ക് ജയം തരുന്ന അത്ഭുത ശക്തിയാണ് വിശ്വാസം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ
സ്ലീഹന്മാരും യേശുവും കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ അവർ അന്ന് വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധം കഠിനമായ പ്രതികൂലം, കാറ്റും കോളും തിരകളും അവരെ കടലിൽ മുക്കി താഴ്ത്തുന്ന വിധം ആഞ്ഞുയർന്നു പൊങ്ങി. അവർ ഭയപ്പെട്ട് അവർ ഓടി യേശുവിനടുത്ത് ചെന്ന്, യേശുവേ യേശുവേ ഇതാ മുങ്ങി താഴാൻ പോകുന്നേ നിലവിളിച്ച്. യേശു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് യേശു കാറ്റിനെയും തിരകളെയും ശാസിച്ചു. എന്താ യേശു അവിടെ ഉപയോഗിച്ചത്? വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ ശക്തി യേശു അവിടെ ഉപയോഗിച്ച്. എന്നിട്ട് യേശു സ്ലീഹന്മാരോട് ചോദിച്ച ചോദ്യം, ഈ പ്രതികൂലത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉപയോഗിച്ചില്ല? അപ്പോൾ യേശു ഈ കാറ്റിനെയും തിരകളെയും ശാസിച്ച് ശാന്തമാക്കിയതുപോലെ ഈ പ്രതികൂലത്തിൽ ഇവരുടെ വിശ്വാസം ഉപയോഗിച്ച് ആ പ്രതികൂലത്തെ ശാന്തമാക്കണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് കാറ്റിനെയും തിരകളെയും ശാസിച്ച് ശാന്തമാക്കിയിട്ട് ഉടനെ തന്നെ യേശു അവരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഹല്ലേലൂയ. ഒരു പ്രതികൂലം വരുമ്പം, ഒരു ഞെരുക്കം വരുമ്പം, ഒരു കടബാധ്യത വരുമ്പം, ഒരു രോഗം വരുമ്പം, മകനെ മകളെ, നീ ആശ്രയിക്കേണ്ടത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ മനുഷ്യനെ ഈ മനുഷ്യനെ ആശ്രയിച്ച് അവിടെ പോയി ഇവിടെ പോയി നിരങ്ങാനുള്ള വഴിയല്ല നിന്റെ ദൈവമായ കർത്താവ് ബൈബിളിലൂടെ നൽകുന്നത്. നീ നിന്റെ വിശ്വാസത്തിന്റെ ശക്തിയെ ഉപയോഗിക്കണം. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. കാഞ്ചന ശിവരാമൻ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം ദേശത്ത് നിന്ന് കാഞ്ചന ശിവരാമൻ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. 4.5 വർഷമായി ഞങ്ങളുടെ സ്ഥലം വിൽക്കാനാകാതെ കണ്ണുനീരിൽ ഞങ്ങൾ കുതിർന്നു കിടക്കുകയായിരുന്നു. ബ്രോക്കർമാർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾക്കും ഞങ്ങളുടെ സ്ഥലം വേണ്ട. ഇനി ആ സ്ഥലം എന്ന് വിൽക്കാൻ പറ്റും എന്നൊരു നിശ്ചയവുമില്ലാതെ അന്ധകാരത്തിൽ തപ്പുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്താണ് ഒരല്പം ഒരു പിടി മണ്ണുമായി ഞാൻ പ്രാർത്ഥനയ്ക്കായി അട്ടപ്പാടിയിലേക്ക് വന്നത്. വിശ്വാസപൂർവം യേശുവേ എന്ന് വിളിച്ച് അത് ഉയർത്തിപ്പിടിച്ചപ്പോൾ അച്ഛന്മാർ വിശ്വാസത്തോടെ വെഞ്ചരിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് മുറ്റത്ത് ആ മണ്ണ് ഞാൻ വിതറിയിട്ടു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലം അന്വേഷിച്ച് ആൾക്കാർ വന്നു. എൻ്റെ സ്ഥലം കച്ചവടമായി. എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്രോക്കർമാർ പോലും തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിച്ചു പോയ സ്ഥലമാണത്. ഇനി ആർക്കും സഹായിക്കാൻ പറ്റില്ല, കുടുങ്ങിപ്പോയി കിടക്കുകയായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ ഒരു പിടി മണ്ണെടുത്ത് പ്രാർത്ഥിച്ച് ആ മുറ്റത്ത് കൊണ്ടുപോയി ഇട്ട് മണിക്കൂറുകൾ കഴിയേണ്ടി വന്നില്ല. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം ആ കുടുംബത്തിന് വേണ്ടി സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാഞ്ചന ശിവരാമൻ ഇടുക്കിയിൽ ജില്ലയിൽ നിന്ന് അട്ടപ്പാടി വന്ന് ആദ്യ വെള്ളിയാഴ്ച ഈ ഒരു വലിയ അനുഭവം 10,000ങ്ങളോട് പങ്കുവെച്ച് ദൈവത്തെ ആരാധിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഞാനും നിങ്ങളും പ്രതികൂലത്തെ നേരിടണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 40-ാം തിരുലിഖിതം യേശു മർത്തയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ സാഹചര്യം? ഏക സഹോദരൻ മരിച്ച് കബറടക്കം കഴിഞ്ഞ് 4 ദിവസവും കഴിഞ്ഞു. ആ ശരീരം ചീഞ്ഞഴുകിയ സ്ഥിതിയിലായി. ഈ സമയത്താണ് യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. ലാസറിന്റെ സഹോദരിമാർ വേദന കൊണ്ട് പൊട്ടിക്കരയുകയാണ്. തകർച്ചയിൽ തകർന്ന ഹൃദയവുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മരിച്ച ഇനി ഒരിക്കലും ഒരു ഉയർപ്പില്ല, ഇനി ഒരിക്കലും ഒരു കരകയറ്റമില്ല എന്ന് പോലും ചിന്തിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിൽ മനസ്സ് പതറരുത്. വിശ്വാസമുണ്ടെങ്കിൽ അവിടെ ഒരു ഉയർച്ചയുണ്ട്. യേശു വിശ്വാസ ശക്തി കൊണ്ട് മരിച്ചവനെ ഉയർപ്പിച്ച് അവർക്കതിന് ബോധ്യം നൽകി കൊടുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിന് നടുവിലും വിശ്വാസ ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ബിൻസി തുവരയാറിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇടുക്കി ജില്ലയിലുള്ള വെള്ളയാങ്കുടി ദേശത്ത് തുവരയാർ പ്രദേശത്ത് നിന്ന് ബിൻസി സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ മകൾ 9 മാസം പ്രായമുള്ളപ്പോൾ കാലിൻ്റെ പത്തിയിൽ ചിരങ്ങ് വന്ന് വ്രണം പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഇപ്പോൾ 13 വയസ്സ് പ്രായമുണ്ട്.
പല സ്ഥലത്ത് മരുന്ന് ചെയ്ത് ആയുർവേദം, അലോപ്പതി, ഇംഗ്ലീഷ് എല്ലാം ചെയ്തു. എന്നാൽ ഈ 13 വയസ്സിനുള്ളിൽ ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ കൂട്ടി അട്ടപ്പാടിയിലേക്ക് പുറപ്പെട്ടു. കണ്ണുനീരോടും വിശ്വാസത്തോടും കൂടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ മകളുടെ കാൽപ്പത്തിലുള്ള രോഗം മാറ്റിത്തരണമേ എന്ന് ഞാൻ കരഞ്ഞു നിലവിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടി ഒലിച്ച് ചോരയും ചലവും ഒഴുകി വ്രണമായിക്കൊണ്ടിരുന്ന എൻ്റെ മകളുടെ കാൽപ്പത്തിലെ വ്രണങ്ങൾ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. പിന്നീട് ഇന്ന് വരെയും എൻ്റെ മകളെ ആ രോഗം അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടുക്കി ജില്ലയിലുള്ള വെള്ളയാങ്കുടിക്ക് സമീപം തൊവരയാറിൽ നിന്ന് ബിൻസി സാക്ഷ്യപ്പെടുത്തുകയാണ്. നോക്കിയൻ, ഒരു കുട്ടി 13 വയസ്സോളം 13 വർഷക്കാലം ചുമന്നു നടന്ന വേദന, ആർക്കും സുഖപ്പെടുത്താൻ പറ്റാതെ വന്ന തളർന്ന ശരീരം. എന്നാൽ വിശ്വാസത്തോടെ ഒരമ്മയുടെ കണ്ണുനീർ ആ കുട്ടിയുടെ സൗഖ്യത്തിന് കാരണമായി. ഹല്ലേലൂയ. ബൈബിളിൽ ഇതിന് സമാനമായ ഒരു രംഗം കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുലിഖിതങ്ങൾ. യേശു കഫർനാമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കേണപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ കഠിനമായി വേദന സഹിച്ച് തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ ശതാധിപൻ, വിശ്വാസത്തിൻ്റെ അത്ഭുത കൃപയുണ്ടായിരുന്ന ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. യേശു ആ ശതാധിപൻ്റെ ആ വിശ്വാസാഭിഷേകം കണ്ട് വലിയ സഭാഷ്, വലിയ അത്ഭുതം, വലിയ മതിപ്പ് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ശതാധിപനോട് യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തുകയാണ്, തൽക്ഷണം വീട്ടിൽ ആ ശതാധിപന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ച്. പ്രൈസ് ദി ലോർഡ്. ആ ശതാധിപന്റെ വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി അവിടെ പ്രകടമായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ ഞാനും നിങ്ങളും മുറുകെ പിടിക്കേണ്ട ഒരു ആയുധമാണ് വിശ്വാസമെന്ന് യേശു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ പഠിപ്പിച്ചു. അതിനൊരു ഉദാഹരണവും ബൈബിളിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 40 മുതൽ 50 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ് ആ രംഗം നമ്മൾ കാണുന്നത്. യേശു ശിഷ്യന്മാരും ഒരു ദേശത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ളവരെല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സിനഗോഗ് അധികാരി ജായിറോസ് ഇതാ യേശുവിൻ്റെ പക്കലേക്ക് നടന്നു നീങ്ങുകയാണ്. ജായിറോസ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ ഏക മകൾ, 12 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൾ മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ്. യേശു ജായിറോസിനോട് കൂടെ ആ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് ജനക്കൂട്ടത്തോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രക്തസ്രാവക്കാരി ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചു. തൽക്ഷണം യേശുവിൽ നിന്ന് ശക്തി വ്യാപരിച്ച് 12 വർഷമായി രക്തസ്രാവവും ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ അവൾ സൗഖ്യം പ്രാപിച്ച്. അങ്ങനെ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ജായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് ജായിറോസിനോട് ഒരു വിവരം അറിയിക്കുകയാണ്, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കാരണം നിന്റെ മകൾ മരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജായിറോസ് വേവലാതിപ്പെട്ട് സ്വന്തം മകൾ, ഏക മകൾ, ഏക പുത്രി മരിച്ച വാർത്ത കേട്ട് ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ജായിറോസ് യേശു അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം. യേശു അവൻ്റെ മുഖത്തേക്ക് നോക്കി, ഈ പ്രതികൂലത്തിൽ നീ എന്തു ചെയ്യണം? ഈ ഞെരുക്കത്തിൽ നീ എന്തു ചെയ്യണം? ഇതിനെങ്ങനെ അതിജീവിക്കാം? യേശു അവന് കർശന പാഠം പഠിപ്പിക്കുകയാണ്. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ മകൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്.
പിന്നീട് യേശു ചെന്ന് മരിച്ച ജായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ച് അവന്റെ കൈകളിൽ ജീവനോടെ തിരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ നിങ്ങൾ അവലംബിക്കേണ്ട ഒരു മാർഗം ജായിറോസിന് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. കോട്ടയം പ്രദേശത്തുള്ള എലിസബത്താണ് ഈ സാക്ഷ്യം അറിയിക്കുന്നത്. എലിസബത്ത് കോട്ടയത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. ആ കൺവെൻഷനിൽ പങ്കെടുത്തൊരു അനുഭവമാണ് എലിസബത്ത് അറിയിക്കുന്നത്. എൻ്റെ പേര് എലിസബത്ത്, കഴിഞ്ഞ വർഷത്തെ കോട്ടയം കൺവെൻഷനിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ശരീരത്തിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് ക്യാൻസറസ് മുഴയാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കൺവെൻഷൻ്റെ 5-ാം ദിവസം വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് എൻ്റെ കൈവശം വെഞ്ചിരിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ കുടിക്കാൻ കൊണ്ടുവന്ന ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എടുത്തു പിടിച്ച് പ്രാർത്ഥിച്ചു, വെഞ്ചിരിക്കപ്പെട്ടു. ഞാൻ വിശ്വാസത്തോടെ ആ വെള്ളം കുടിച്ച്, യേശുവേ എൻ്റെ ശരീരത്തിലെ മുഴ അവിടുന്ന് സുഖപ്പെടുത്തണമേ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിലെ ആ മുഴ പരിപൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിൽ അത്ഭുതം നേടിയ മറ്റൊരു വ്യക്തി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുലിഖിതം, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. യാക്കോബ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി വിശ്വാസത്തിൽ അത്ഭുത ശക്തി ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ വലിയ വേദനയോടെ കരഞ്ഞ് നിലവിളിച്ച് ജീവിതത്തിൻ്റെ ഓരോ കണ്ണുനീരും സമർപ്പിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ രോഗക്കിടക്ക് വിട്ട് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കഠിന മദ്യപാനികൾ, കഠിന തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, പഴക്കദോഷങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, പുകവലിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, ലോട്ടറി എടുക്കുന്ന ശീലത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ, എല്ലാ ദുശീല കെട്ടുകളും ചങ്ങലകളും ഇപ്പോൾ ഭേദിച്ച് പുറത്തു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മരണാസന്ന രോഗികൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. നിർജീവമായ കോശങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വന്ധ്യമായ ഉദരങ്ങൾ ഗർഭധാരണ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം തിരുലിഖിതം, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുലിഖിതം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് 2 കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അഭിഷേകങ്ങളും നിറയട്ടെ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായം 2-ാം തിരുലിഖിതം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, മാറാനാത്ത.
എൻ്റെ പേര് സജി. ഞാൻ പാല കിഴതടിയൂർ ഇടവകയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി നിൽക്കുന്ന എൻ്റെ മകൻ പെട്ടെന്ന് തലച്ചോർ ബ്ലീഡിംഗ് ഉണ്ടായി അബോധാവസ്ഥയിലായി. അവനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ ട്രീറ്റ്മെൻറ്റ് തുടരുന്ന അവസരത്തിൽ തന്നെ ബ്ലഡ് പുറത്തേക്ക് പോകാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് അത് തുളച്ച് ട്യൂബിട്ടപ്പോൾ അവൻ്റെ വലതുവശം തളർന്നു പോവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ആ ട്യൂബ് സ്ഥിരമായിട്ട് ഇടേണ്ട ഒരു അവസ്ഥയുണ്ട്, അത് ഷണ്ടിങ് എന്നാണ് പറയുന്നത്. തലച്ചോറിലൂടെ തൊലിക്കകത്തുകൂടെ ട്യൂബിട്ട് വയറ്റിലേക്ക് തുറന്നു വിടേണ്ട ഒരു അവസ്ഥ. ഈ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി 2 പ്രാവശ്യം ആൻജിയോഗ്രാം ചെയ്തു. ഒന്ന് ആഗസ്റ്റ് മാസത്തിലാണ്. ആഗസ്റ്റ് മാസത്തിൽ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അവൻ്റെ തലച്ചോറിനകത്ത് 2 ഞരമ്പുകൾ കൂട്ടിമുട്ടി ബ്ലോക്ക് ആകുന്നതായിട്ടാണ് കണ്ടത്. അതാണ് തലച്ചോറ് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അതിന് സർജറി മാത്രമേ പരിഹാരമുള്ളൂ. ഞാൻ തിരുവല്ല, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം മെഡിക്കൽ കോളേജിലെ മറ്റുള്ള ന്യൂറോ സർജനെയൊക്കെ ഈ റിപ്പോർട്ട് കൊണ്ടുപോയി കാണിച്ചു. അവരെല്ലാം പറഞ്ഞു ഇതിന് പരിഹാരം സർജറി മാത്രമാണ്. ഞാൻ എൻ്റെ കുടുംബവും കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ആദ്യ വെള്ളിയാഴ്ച. അതുപോലെ ഏപ്രിൽ മാസവും ഇവിടെ വന്നു. ഏപ്രിൽ മാസം 11-ാം തീയതി ആൻജിയോഗ്രാം വീണ്ടും ചെയ്ത് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ദൈവമേ ഓപ്പറേഷൻ മാറ്റി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. 1-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങിപ്പോയി. 11-ാം തീയതി ആൻജിയോഗ്രാം ചെയ്തു. റിസൾട്ട് വന്നു, അവൻ്റെ ബ്ലോക്ക് മാറിയിരിക്കുന്നതായി കണ്ടിരിക്കുന്നു. ഒരു ബ്ലോക്ക് അതിനകത്ത് കാണാനില്ലെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് കൊടുത്ത് ഓപ്പറേഷൻ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇതാ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ച്. ആ സർട്ടിഫിക്കറ്റോടു കൂടെയാണ് ഈ കുടുംബം ഇന്നിവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി വീശി വീശി അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. അത്ഭുതങ്ങളുടെ രാജാവേ, മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്.